എനിക്ക് തോന്നുന്നു ലൈഫ് സയൻസ് കുട്ടികളെക്കാളും ഒന്നും കൂടി പെർഫോം ചെയ്തത് നോൺ ലൈഫ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ്. അതെ, അതെ. ഇവിടെ വന്നവർക്കൊക്കെ നോൺ ലൈഫ് സയൻസുകാരാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്. So Google select ആയിട്ടില്ലേ? So how do you feel now? സോ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷന്റെ 2025 6ാമത്തെ ജോബ് ഡ്രൈവ് ആണ്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷനെ ടോപ്പ് മോസ്റ്റ് ആക്കിയത് അതിന്റെ പ്ലേസ്മെന്റ് വിങ് തന്നെയാണ്. സോ ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ 2025 6ാമത്തെ ഇന്റർവ്യൂവിൽ എത്ര റൗണ്ട് ആണ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഓരോ റൗണ്ടിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് HQ ടീമിനോട് തന്നെ ചോദിക്കാം. HQ ടീമിൽ നമ്മളുടെ കൂടെയുള്ളത് ആർദ്ര മാഡം ആണ്. ഓക്കെ, ആർദ്ര മാം, നമുക്ക് ടോട്ടൽ എത്ര റൗണ്ട് ആണ് ഈ ഒരു ഇന്റർവ്യൂവിന് വരുന്നത്? നമുക്ക് ഇന്ന് വന്നിട്ട് 3 റൗണ്ട് ആയിട്ടാണ് ഇന്റർവ്യൂ നടന്നത്. അതിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഡൊമൈൻ ടെസ്റ്റ്, അതായത് എക്സാം റൗണ്ട് ആയിരുന്നു. ആൻഡ് അതിൽ സെലക്ടഡ് ആവുന്നവർക്ക് സെക്കൻഡ് റൗണ്ട് വന്നിട്ട് ടെക്നിക്കൽ റൗണ്ട് ആയിരുന്നു, അതായത് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. ആൻഡ് തേർഡ് റൗണ്ട് വന്നിട്ട് HR ഇന്റർവ്യൂ ആയിരുന്നു, HR അസസ്മെന്റ്. സോ ഇങ്ങനെ 3 റൗണ്ട്സ് ആയിട്ടാണ് നടന്നിട്ടുള്ളത്. HR അസസ്മെന്റിന് മെയിൻ ആയിട്ട് അവര് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? കുറച്ചും കൂടി അവരുടെ ആപ്റ്റിറ്റ്യൂഡ് സൈഡ് അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് HR അവർ ഡിസ്കഷൻസ് വന്നത്. ഓക്കെ, താങ്ക് യു. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കറന്റിലി ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ ഏത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും കാർഡിയ വഴി കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു 3 മന്ത് മെഡിക്കൽ കോഡിംഗ് കോഴ്സ്. സോ ഇന്നിവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒപ്റ്റം ഹൈദരാബാദ് നമുക്ക് ഓൾറെഡി അറിയാം വേൾഡിലെ തന്നെ നമ്പർ 1 RCM കമ്പനിയാണ്. സോ സാർ ഇതിന്റെ സാലറി പാക്കേജ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ഇതിനകത്ത് പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു നടന്നിരിക്കുന്ന ജോബ് ഡ്രൈവ് കറന്റ് നടക്കുന്ന പല എംപ്ലോയിക്കും നേരെ അതിന്റെ ഡിഫറെന്റ് ആണ്. അതെ, അതെ. ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ 3 മന്ത് കുട്ടികൾ അതെ, അതെ. ഏറ്റവും സ്റ്റാർട്ടിംഗ് എൻട്രി ലെവൽ പാക്കേജിൽ ഏറ്റവും നല്ല പാക്കേജ് 35. അതെ, 35 സാലറി ഇൻ ഹാൻഡ് അവർക്ക് ബൈ ഹാൻഡ് കിട്ടുന്നുണ്ട്. സാലറി ഏൺ ചെയ്യാൻ പറ്റും. അതെ, അതെ. എൻട്രി ലെവൽ, ഇനീഷ്യൽ ലെവൽ. ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഫ്രഷർ ആയിട്ട് ഏതൊരു ജോബിനും ഫ്രഷർ ആയിട്ട് ഇത്രയും സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോഡിംഗ് കോഴ്സിൽ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു 3 മന്ത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കൂടിയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. കണ്ടീഷനാണ് അവർ ഡെവലപ്പ് ചെയ്യാൻ അവർ ആരംഭിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് അത് തന്നെയാണ്. 3 മന്ത് സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും നല്ലൊരു പൊട്ടൻഷ്യൽ സാലറിയിലോട്ട് ഇനീഷ്യൽ ലെവൽ തന്നെ അവർ വരികയാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് വൺസ് ഗെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള ആ ഒരു ചേഞ്ചും നമുക്കത് നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ 2025 നടന്ന 6ാമത്തെ ഡ്രൈവിൽ അതുപോലെ തന്നെ മുന്നേ ഒക്കെ നടന്നിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള ആ ഒരു ചേഞ്ച് പല ലെവലിലേക്ക് അവർ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, പല രാജ്യങ്ങളിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഇതിന്റെ ഒരു പോസിറ്റീവാണ്. സോ ജൂലൈ 10th നമ്മളുടെ ഇപ്പോൾ എക്സൽ ബാംഗ്ലൂരിൽ കുറച്ച് കുട്ടികൾ ജോയിൻ ആയത്. സോ വിത്തിൻ 2 മന്ത് ഏകദേശം 160-ലേറെ കുട്ടികൾ എക്സൽ ബാംഗ്ലൂർ പ്ലേസ്ഡ് ആയി. സോ അവരുടെ തന്നെ പാരന്റൽ കമ്പനി ആയിട്ടുള്ള ചെന്നൈ ഒപ്റ്റത്തിലുള്ള ഡ്രൈവ് ആണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഈ ഒരു 3 മന്തിൽ എക്സാമിനും കൂടി അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റുഡൻസിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് അതിനെ കുറിച്ചാണ്? തീർച്ചയായിട്ടും ഇനീഷ്യൽ ലെവലിൽ നമുക്ക് 3 മന്ത് സ്പെൻഡ് ചെയ്ത് CPC ക്രാക്ക് ചെയ്യാന്നുള്ളത് ലക്ഷ്യം. പെട്ടെന്ന് തന്നെ ജോബ്, ആ ജോബിലോട്ടേക്ക് എന്തായാലും ബിഫോർ ദാറ്റ് അവരും ഇന്റർവ്യൂവിൽ ഒന്ന് അപ്പിയർ ചെയ്യണം. അപ്പൊ മോക്ക് ഇന്റർവ്യൂസ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക വളരെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല സൽമാൻ സാർ പറഞ്ഞ പോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ വലിയൊരു ഫാക്ടർ ഉണ്ട്. ഇതിവിടെ നമുക്ക് ഈ ഒരു ഷോർട്ട് സ്പാനിൽ നല്ലൊരു പാക്കേജ് തന്നെ പറയാം, നല്ലൊരു സ്റ്റാർട്ടിംഗ് പാക്കേജ്. കോഡിങ്ങിന് ഇത്രയൊക്കെ പോസിറ്റീവ് ഉണ്ടെങ്കിലും അതിന്റെ നെഗറ്റീവ് മാത്രം, അതിന്റെ പിന്നാലെ മാത്രം പോകുന്ന സ്റ്റുഡൻസ് കരിയറിൽ അവരുടെ ഫ്രണ്ട്സ് ഉന്നതികളിൽ എത്തുമ്പോഴാണ് വീണ്ടും ആ കോഴ്സിനെ, എനിക്ക് തന്നെ അറിയാം 1 year മുമ്പ് കോഴ്സിനെ കുറിച്ച് അറിയാം, പക്ഷെ അവരുടെ ഫ്രണ്ട് പ്ലേസ്ഡ് ആയി ഒരു ഹയർ സാലറി വർക്ക് ചെയ്യുന്നത് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ വരുന്നവരുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ ഓൾറെഡി നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു പ്രീവിയസ് സ്റ്റുഡന്റായി ഇന്ററാക്ട് ചെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഏൺ ചെയ്യുന്നത് 10.5 ആണ്. അതെ, ഞാനും ആ ബാച്ചിൽ ഉണ്ടായിരുന്ന, എന്റെ കൂടെ ഉണ്ടായിരുന്ന വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് കാൻഡിഡേറ്റും കൂടിയാണ് ആ ഒരു നമ്മുടെ പ്രീവിയസ് കാർഡിയൻ. ഇത്രയും നമ്മുടെ ഫേവറേറ്റ് കാർഡിയൻ ഇത്രയും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. ആൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. സാധാരണ പറയാറുണ്ട് നമ്മളെ സാലറി അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ അവര് നമ്മളെ തമ്മിലുള്ള ഇന്ററാക്ഷന് പുറത്ത് ആ ഒരു സാലറി ഒക്കെ പറയുന്ന സമയത്ത്
എന്താ പറയാ കറക്റ്റ് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പൊസിഷനിൽ അതെ, അന്ന് അവർ ആ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റാർട്ടിങ് സാലറി 7,000 അല്ലെങ്കിൽ 10,000 വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാലറിയിൽ എന്താ മോർ ദാൻ 8 അവർ വർക്ക് ചെയ്യുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു കോഴ്സ് എടുത്തത്. ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഓൾറെഡി GCCകളൊക്കെ ഇങ്ങനെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. സോ ഇവിടുന്ന് 1 ഇയർ എക്സ്പീരിയൻസ് ആക്കിയിട്ട് UAE ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് അവിടെ ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് ലെവലിൽ അതെ നല്ല സാലറി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനീഷ്യൽ ലെവലിൽ നമ്മൾ ഒരിക്കലും വലിയൊരു പാക്കേജ് എക്സ്പെക്ട് ചെയ്യാതെ തന്നെ അതെ, അതെ. ഇത് കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒപ്പണം. അത് വൺസ് അവിടെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പറഞ്ഞ ഗാർഡിയനെ പോലെ ക്ലച്ച് പിടിച്ചത് അതിനനുസരിച്ച് നമുക്ക് അവിടെ കൂടെ ചേഞ്ച് അതെ, അവിടെ 2 ഇയർ എക്സ്പീരിയൻസ് ചെയ്ത് ഉള്ള കുട്ടികൾ ഗവൺമെന്റ് സെക്ടറിൽ പോലും വർക്ക് ചെയ്യുന്നവരുണ്ട്. ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രോസസ് അവിടെ ഉണ്ട്. സെയിം ഇന്ത്യയിലുള്ള പോലെ തന്നെ അതെ, അതെ. എക്സ്പീരിയൻസ് ആയിട്ട് വേറെ കമ്പനിയിലോട്ടേക്ക് Jump ചെയ്യും. മാറുന്ന ഹൈക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈക്കിനെക്കാട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആണ് അവിടുത്തെ എക്സ്പീരിയൻസ് അതിൻ്റെതായുള്ള വാല്യൂ ഉണ്ട്. അതെ, അതെ. അങ്ങനെ കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറുന്നതനുസരിച്ച് പാക്കേജ് ഇൻട്രൊഡ്യൂഷൻ ഉണ്ട്. 10.5K AD എന്ന് പറയുന്നൊരു നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു അതെ, അതെ. കാരണം ഈ ഒരു ഡ്യൂറേഷൻ്റെ ഉള്ളിൽ അത്ര നല്ലൊരു സാലറിയും പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി നമുക്കറിയാം പാൻഡമിക്കിന് ശേഷമാണ് ഇത്രയും ഒരു ഹ്യൂജ് ഇപ്പം ഈ ഒരു ഡ്രൈവിൽ തന്നെ കമ്പനി നമ്മളോട് റിക്വയർ ചെയ്തത് 150 സ്റ്റുഡൻസ് ആണ്. പക്ഷെ നമുക്ക് അത്രയും സ്റ്റുഡൻസിനെ കൊടുക്കാൻ കഴിയാത്തത് ഓൾറെഡി നമ്മളുടെ കുറേ സ്റ്റുഡൻസ് എന്ത് ചെയ്തു എക്സൽ ബാംഗ്ലൂരിൽ പ്ലേസ്ഡ് ആയി. അപ്പോൾ ഇനിയുള്ള ഫ്രഷേഴ്സിനോട് പറയാനുള്ളത് നന്നായിട്ട് കോഴ്സിനെ ഫോക്കസ് ചെയ്യുക. കാരണം ഈ ഒരു 3 മന്ത് ഡ്യൂറേഷനിൽ മാക്സിമം നമുക്ക് എത്ര നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുമോ മോർ ദാൻ ദാറ്റ് ഓഫ് CPC സ്കോർ അവർ ചെക്ക് ചെയ്യുന്നത് അവരുടെ ഇന്റർവ്യൂലുള്ള കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇന്റർവ്യൂ നമുക്ക് എങ്ങനെയൊക്കെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അതിനെ കുറിച്ചിട്ടൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇനീഷ്യൽ ലെവലിൽ നമ്മൾ 3 മന്ത് സ്പെൻഡ് ചെയ്യുന്നു, നല്ല നോളജബിൾ ആകുന്നു, എക്സാം ക്രാക്ക് ചെയ്യുന്നു. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് കാര്യങ്ങളുണ്ട്, അവരൊന്ന് പുറത്ത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളൊരു അതെ, അതെ. അവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ട് കൂടെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി വന്നോളൂ. അതെ, നമ്മൾ എക്സാം CPC കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തന്നെയാണ് ശരിക്കും സിലബസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ചോദിക്കുന്നുള്ളൂ. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത പ്രശ്നമാണ്. അത് എക്സ്പ്രസ് എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഒന്ന് എന്താ പറയാ ഈ പറഞ്ഞ പോലെ വോക്ക് ഇന്റർവ്യൂലൂടെ ഒക്കെ അതൊക്കെ കുറെ കവറപ്പാവും. മാത്രമല്ല അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഒരു ക്ലിയർലെസ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഡ്രൈവിംഗ് എക്സാമിലേക്ക് എടുക്കാം കുട്ടികൾ ജോലി കയറി സെലക്ട് ആയി, ബൾക്ക് നമ്പേഴ്സ് ഓഫ് കുട്ടികൾ വന്നു, ബൾക്ക് നമ്പേഴ്സ് ഓഫ് കുട്ടികൾ തന്നെ സെലക്ട് ആയി പ്ലേസ്ഡ് ആയി വളരെ ചുരുങ്ങും എന്താ പറയാ ഇതേ വരുന്നുള്ളൂ. അത്രയും കമ്പനിക്ക് അത്രയും ഹയറിംഗ് റിക്വയർമെന്റ് തന്നെ എന്താ പറയാ നല്ല ട്രെയിൻ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള പിള്ളേരുമാണ്. അതെ, അതെ. ഗാഡിയുടെ മെയിൻ ഹൈലൈറ്റ് ആണ് നല്ല ബെസ്റ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതെ, ഈ ഒരു മെഡിക്കൽ കോഡിങ്ങിന് നെഗറ്റീവ് പറയുന്നത് മെയിൻ ആയിട്ട് ക്വാളിറ്റി ട്രെയിനിങ് കിട്ടാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുമാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ ഒരു അലുമിനിയസിനെ നിങ്ങൾ എപ്പോഴും ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അലുമിനിയസിനോട് എന്താണ് ചോദിച്ചിട്ട് ആ ഒരു മോർ ദാൻ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോഡോട് ചോദിക്കുകയാണെങ്കിൽ അവർ കമ്പനിയിലുള്ള പ്രൊമോഷൻ ഓർഡേഴ്സ് ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. കമ്പനിയിലുള്ള ഒരു ഇനീഷ്യൽ ലെവലിൽ നിന്നുള്ള ഒരു പ്രൊമോഷൻ ഓർഡറിനെ കുറിച്ചിട്ടൊന്ന് തീർച്ചയായിട്ടും അതെന്താ വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ECCയിൽ നമ്മൾ ഗാർഡിയന്റെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഹെഡ് പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ആ ഒരു പൊസിഷൻസ് ഉണ്ട്. അത് എന്താ പറയാ ഡിഫറെന്റ് ഇതിലാണ് എന്താ പറയാ ഹൈറാർക്കൽ ഓർഡേഴ്സ് ഡിഫറെന്റ് ആണ് കൂടെ ആ പൊസിഷൻസ് അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആണ്. അതൊരു ട്രെയിനി എൻട്രി ലെവൽ ട്രെയിനി കോഡറിൽ തുടങ്ങിയിട്ട് മാനേജ് ഞാൻ പറയാറുണ്ട്, ചില സെൻസിൽ നമ്മൾ പറയാറുണ്ട് കുട്ടികൾ മാനേജർ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ചെറിയൊരു സ്റ്റാർട്ട് കമ്പനിയുടെ തുടങ്ങാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് നമുക്ക് കുറെ ഗ്രൂപ്പ് ഓഫ് കോഡേഴ്സ് ഉണ്ട്, വ്യത്യസ്തമായ സ്പെഷ്യാലിറ്റി HCC കോഡർ ഉണ്ട്, കോഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് കോഡേഴ്സ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആവും. നമ്മൾ കൂടുതലായി കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലിൽ എന്താ പറയുക ഒരു ഫ്രീലാൻസ് ചെറിയ സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് തുടങ്ങുന്നത്. അപ്പം തുടങ്ങിയിട്ടുള്ള കമ്പനികൾ പല കമ്പനികളും ചെറിയ പ്രൊജക്ടുകളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വലിയ കമ്പനികളായി മാറിയതാണ്. അങ്ങനെയുള്ളവരെ ഓപ്പർച്യൂണിറ്റി ഒരു ബിസിനസ് ആയിട്ട് കൂടെ അവിടെ ഉണ്ട്. ഇൻഷുറൻസ് സൈഡ് ഗ്രോ ചെയ്യുന്നുണ്ട്. GCC രാജ്യങ്ങൾ ഉൾപ്പെട്ടുള്ള പല രാജ്യങ്ങളിലും കൂടുതൽ അതിനെ ബേസ് ചെയ്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ഡെവലപ്പ്. കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഉണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഇൻഷുറൻസ് അതിനകത്ത് പറഞ്ഞതാണ് ഇന്ത്യയിലുള്ള ഇൻഷുറൻസിനെ നിരീക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അതെ, കാരണം കുറെ ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അറിയാലോ ഇൻഷുറൻസിന്റെ കേസ് അറിയാലോ, മെഡിസപ്പിന്റെ കേസിൽ തന്നെ കുറെ ഫ്രോഡ് നടന്നിട്ടുണ്ട്. ഒരു കാർ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ബില്ലാണ്. അതെ, അതെ. ആ ഒരു എമൗണ്ട് എന്താ പറയാ 2 ലക്ഷം 3 ലക്ഷം ഇട്ടാൽ 2 ലക്ഷം കിട്ടും പറഞ്ഞു. ഈ ഇതിന്റെ കേസ് അങ്ങനെ തന്നെയാണ് മാക്സിമം ബില്ലാണ്. അപ്പൊ അത് പാർട്ടിൽ എന്തല്ല കറക്റ്റ് സിസ്റ്റം അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പൊ ആ ഒരു പാർട്ടൊക്കെ എന്താ പറയുക ഈ പറഞ്ഞ കൂടി ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ
കുറച്ചുകൂടെ വളരെ എന്താ പറയാ ബൂം ചെയ്യാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സോ അബ്ദു സർ ഇപ്പോൾ പറഞ്ഞത് നമുക്ക് ഇന്ത്യയിൽ ഓൾറെഡി ഹെൽത്ത് സെക്ടറിൽ അത്രയും ഫ്രോഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ആഫ്റ്റർ പാൻഡമിക് ഇൻഷുറൻസിന്റെ ആ ഒരു ബൂമും, അപ്പോൾ ഇനിയും മെഡിക്കൽ കോഡേഴ്സിന് അത്രയും ഓരോ കമ്പനികളും ഹയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇന്നിവിടെ നടന്നിട്ടുള്ള ജോബ് ഡ്രൈവിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള ഓരോരുത്തരും ഹാപ്പിയാണ്. കാരണം കരിയറിൽ പ്രൊമോഷൻ ഓർഡർ അല്ലെങ്കിൽ ഗ്രോത്ത് വരുന്ന ഒരു MNC-ലോട്ടാണ് അവരെല്ലാവരും എത്തിപ്പെട്ടിട്ടുള്ളത്. സോ ആസ് എ കാർഡിയൻ ഞങ്ങൾ ഓരോരുത്തരും ഹാപ്പിയാണ്. കാരണം അവരെല്ലാവരും സേഫ് പ്ലേസിൽ എത്തിച്ചു എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സോ ഗോകുൽ സെലക്ട് ആയിട്ടില്ലേ? സോ ഹൗ ഡു യു ഫീൽ നൗ? കാർഡിയന്റെ കൂടെയുള്ള ജേർണി ഒന്ന്, ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാർഡിയാക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയുന്ന ഒരു സമയത്താണ് കാർഡിയായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കോഡിംഗ് കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് പ്രോഗ്രാമിംഗ് കോഡിംഗ് ആണ് വിചാരിച്ചത്. അത് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് അത് വേറെ കോഡിംഗ് ആണല്ലോ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ഞാൻ BCom ആണ് കഴിഞ്ഞത്. പക്ഷെ അതിൻ്റെതായ ഒരു സ്ട്രെസ് എനിക്ക് പിന്നെ ഫീൽ ചെയ്തിട്ടില്ല. കാർഡിയയിൽ തന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. ഇപ്പോൾ 2.5 വർഷമായിട്ട് ചെന്നൈയിൽ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഫ്യൂച്ചർ തന്നത് കാർഡിയാണ്. അതിന്റെ ഒരു സന്തോഷം എപ്പോഴും കാർഡിയോട് ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും അവിടെ സാറുമാരും എല്ലാവരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് തന്നത്. ഇപ്പൊ ഇവിടെ ചെന്നൈയിലെ ഒപ്റ്റത്തിന്റെ ഡ്രൈവിന് വേണ്ടി വന്നാണ് സെലക്ട് ആയിട്ടുണ്ട്. വളരെ സന്തോഷം. ഞാൻ ആദ്യം വിചാരിച്ചത് BCom കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള സാധനം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നെങ്കിലും പിന്നെ അത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ BCom ആണ് അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് ആണെന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഏത് ഡിഗ്രിക്കാർക്കും അത് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കാലിക്കറ്റിൽ വെച്ച് നടന്ന ഡ്രൈവിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. ഹായ് ആരതി, ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കാലിക്കറ്റ് വെച്ച് നടന്ന ഡ്രൈവിനെ കുറിച്ചിട്ട്? എക്സാം കുറച്ചൊക്കെ ടഫായിരുന്നു, എന്നാലും പാസ്സായി. പിന്നെ നെക്സ്റ്റ് റൗണ്ട് കയറി, അങ്ങനെ അതും പാസ്സായി. HR റൗണ്ട് കഴിഞ്ഞിറങ്ങി. ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ ചോദിച്ചതും കുറച്ച് ടഫായിരുന്നു. എല്ലാവരും കവർ ചെയ്തിട്ട് അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കാരണം കിട്ടിയിരുന്നു. ഓക്കെ. സോ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഫൈനൽ റൗണ്ട് വരെ എത്തും എന്നുള്ളത്? എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇല്ലായിരുന്നു. ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചിട്ടില്ല. കാരണം നല്ല ടഫായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹായ് നാജിൽ. നാജിലിന്റെ HR റൗണ്ട് കഴിഞ്ഞ് ഇറങ്ങിയല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ കാർഡിയൻ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹാപ്പിയാണ് ഒട്ടൊക്കെ കിട്ടിയത്. സോ ഇത്രയും വർഷം കാർഡിയന്റെ ഈ ഒരു ഗ്രോത്തിൽ മെയിൻ റോൾ ആയിട്ടുള്ള പ്ലേസ്മെന്റ് വിങ്ങിന്റെ ഹെഡ് റെഗുലേറ്റ് സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ ഓൾറെഡി നമുക്കറിയാം ഇപ്പോൾ ഇന്ന് 2025 ആറാമത്തെ ജോബ് ഡ്രൈവ് ആണ്. ഇനി ഫ്യൂച്ചറിലുള്ള ജോബ് ഡ്രൈവ് ഏതൊക്കെയാണ്, പിന്നെ കമ്പനിയിലുള്ള ഇപ്പോഴത്തെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് സാർ പറയാം. നമുക്ക് അടുത്ത വരാൻ പോകുന്നത് പിന്നെ ഒപ്റ്റത്തിന്റെ തന്നെ ചെന്നൈ ബേസ്ഡ് തന്നെ അടുത്ത ഡ്രൈവ് നെക്സ്റ്റ് വീക്ക് ഉണ്ട്. ഓക്കെ. അതിന്റെ കൗണ്ട് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതും ഡ്രൈവ് തന്നെയാണ്, കോഴിക്കോട് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഡ്രൈവ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഒരു അവസരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഓപ്പണിങ്സ് ആണ് എല്ലാ കമ്പനിയിലും, പ്രത്യേകിച്ച് HCC സ്പെഷ്യാലിറ്റിക്ക് ഉള്ളത്, വേക്കൻസി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ. ഓക്കെ. സോ ഓൾറെഡി നമുക്കറിയാം ഈ ഒരു 6 ജോബ് ഡ്രൈവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ആയിക്കോട്ടെ, കമ്പനികൾ വീണ്ടും വീണ്ടും കാർഡിയൽ തന്നെ അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഒരു റീസൺ കൂടി എന്താണെന്ന് പറയാം. ക്വാളിറ്റി അല്ലാതെ വേറൊന്നും പറയാനില്ല. അതെ, ഇവിടുത്തെ കുട്ടികളെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ് ഒപ്റ്റം വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ടത്. അതെ, ഇപ്പൊ ഇന്നത്തെ ഇന്റർവ്യൂല് HR എന്ന് പറഞ്ഞത് മെയിൻ ആയിട്ട് നോൺ CPC-ലുള്ള കുട്ടികൾ, അതായത് നോൺ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. കാരണം പല കുട്ടികളും മെഡിക്കൽ എന്നുള്ള ഒരു ടേം കേൾക്കുമ്പോൾ ബാക്കോട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ലൈഫ് സയൻസ് കുട്ടികളെക്കാളും ഒന്നും കൂടി പെർഫോം ചെയ്തത് നോൺ ലൈഫ് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ്. അതെ, അതെ. ഇവിടെ വന്നവർക്കൊക്കെ നോൺ ലൈഫ് സയൻസുകാരാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്. ഇതൊരു വലിയൊരു പ്ലസ് ആണ്. കാരണം അത് ഇവിടുത്തെ ട്രെയിനേഴ്സിന്റെ കോച്ചിങ് കൊണ്ട് തന്നെയാണ് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത് കുട്ടികൾ. അതെ, ഈ ഒരു ടീം വർക്ക്, അതായത് കാർഡിയന്റെ ഭാഗത്തുനിന്നും HQ ടീമിൽ പ്ലേസ്മെന്റ് വിങ്ങും അലോങ് വിത്ത് ആ ഒരു സ്റ്റുഡന്റിന്റെ എഫേർട്ടും കൊണ്ട് കൂടിയാണ് ഈ ഒരു ജോബ് ഡ്രൈവിൽ അല്ലെങ്കിൽ ഏതൊരു പ്ലേസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ വളരെ ഹാപ്പിയാണ്. കാരണം സാറ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ഇറാഡിക്കേഷന്റെ ഒരു പാർട്ടും കൂടിയായിട്ട് ഒരു സർവീസ് കൂടിയാണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇന്ററാക്ടിങ് വിത്ത് us. സോ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ലാസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള HR വെരിഫിക്കേഷൻ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജസ്റ്റ് അവരുടെ ഫോട്ടോ അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ള ഓരോ കാർഡിയൻസിനും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ.